ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു റീലിലേക്കും അതേപോലെ മറ്റൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8-ാം തീയതി. എന്താ പറയുക, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ യൂസുകാരൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് ചേഞ്ചസ് ആയിട്ട് വരുന്നത്, ഇന്ന് ആ ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നത് 2012 മോഡൽ 48,000 കിലോമീറ്റർ ഓടി ആ വണ്ടി ഇന്നോ നാളെയായിട്ട് അതിൻ്റെ ടോക്കൺ അഡ്വാൻസ് കിട്ടിയായിരുന്നു. അത് നമുക്ക് സെയിലായി പോവാണ്. ബാക്കി വണ്ടികളിലെല്ലാം ഫോർച്യൂണറിന് അത്യാവശ്യം നല്ല എൻക്വയറി കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ബാക്കി വണ്ടികളൊക്കെ എൻക്വയറി ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ CR-V ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ CR-Vയും ഏകദേശം ധാരണയായിട്ടുണ്ട്. അപ്പോൾ അത് ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതും സെയിലാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടികൾ ഇപ്പം ഞാൻ വീഡിയോസിൽ കാണിക്കുമ്പോൾ വണ്ടികൾ അത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇന്ന മോഡലുകളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്താൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ എന്നും എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു റീൽ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. യൂസ്ഡ് കാർ റിലേറ്റഡ് ആയിട്ടൊരു റീലാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ കൂടുതൽ കാരണം കാണിച്ചിട്ടോ അതിലോട്ടോ ഒന്നും അങ്ങനെ പോയിട്ടില്ല. വേറൊന്നും കൊണ്ടിട്ടല്ല, റീൽസിൽ അത്രയധികം ഞാൻ അങ്ങോട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണേണ്ടവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലായ ഹോക്കറാസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോസ് കംപ്ലീറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇൻസ്റ്റാഗ്രാമിൽ വളരെ കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ് ഇടാനായിട്ട് കുറച്ച് സമയമല്ലേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു നല്ലൊരു ദിവസം നേരുന്നു. നല്ല ശാന്തിയും സമാധാനവും അതോടൊപ്പം തന്നെ സുന്ദരമായൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഷാഹിദിൻ്റെ ഗുഡ് മോർണിംഗ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളെത്തിയിരിക്കുന്നത് യൂസ്ഡ് കാറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു ഹോണ്ട സിറ്റി ഉണ്ട്. ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഹോണ്ട സിറ്റി കാണാൻ പറ്റും. പക്ഷെ അത് ഓൾറെഡി എന്താ പറയുക, ഒരു കസ്റ്റമർ ടോക്കൺ അഡ്വാൻസ് തന്നേക്കുന്നതാണ്. പിന്നെ CR-V ഉണ്ട്. CR-V ഏകദേശം ഫൈനലൈസ് ചെയ്യുന്ന ഒരു സെറ്റപ്പിലോട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന വണ്ടികളെല്ലാം തന്നെ കണ്ടതാണ്. ഫോർച്യൂണർ, ഇന്നോവ, അതേപോലെ ചെറുവണ്ടികളായിട്ടുള്ള ഇയോൺ, നിറ, ഓൾട്ടോ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും എടുക്കും. അതേപോലെ 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും എടുക്കുള്ള വണ്ടികളും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണ്, ആ റിക്വയർമെൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഇട്ടാൽ മതി. ഞാനത് സേവ് ചെയ്തിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് എപ്പോഴാണോ ഒരു വണ്ടി അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് ആ സമയം തന്നെ നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ബഡ്ജറ്റും ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് മോഡലാണോ ആഗ്രഹിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും. ഡീലേഴ്സായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഇൻഡിവിജ്വലി കുറച്ച് പേഴ്സണൽസ് അവർ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് വണ്ടികൾ കണക്ട് ചെയ്ത് തരാനും ഞങ്ങൾക്ക് സാധിക്കും. പിന്നെ രണ്ടാമതൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ വണ്ടി സെല്ല് ചെയ്യുന്നത് മാത്രമല്ല, യൂസ്ഡ് കാർ ഷോറൂം വിത്ത് പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറിയും കൂടെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലൊരു വണ്ടിയുണ്ട്, നിങ്ങളൊരു വില ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം കിലോമീറ്റർ താഴെയുള്ള വണ്ടിയാണ്, ആ കാറ്റഗറിയിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്ന് പാർക്ക് ആൻഡ് സെല്ല് ചെയ്യാനുള്ള കാറ്റഗറിയും ഉണ്ട്. അതും കമ്മീഷൻ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്, 1% കമ്മീഷൻ. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിടാം. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇപ്പോൾ വിൽക്കാൻ താല്പര്യപ്പെടുമ്പോൾ മാർക്കറ്റിൽ താഴ്ന്നാണ് വില പറയുന്നതെന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറിയിൽ ഇടുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രൈസ് നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു സർവീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നെനിക്ക് നമ്മുടെ യൂസ്ഡ് കാറിൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ വണ്ടികൾ ഓൾറെഡി എല്ലാവരും കണ്ടേക്കണം. എന്നിരുന്നാലും ഞാൻ വണ്ടികളെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഇട്ടേക്കാം. ഏതാണ് ഇന്നത്തെ അവസ്ഥ, അതായത് ഇന്ന് ഈ 8-ാം തീയതി ഏതൊക്കെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതൊന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്തേക്കാം. ഞാൻ അധികം സമയമൊന്നും കളയുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് വീഡിയോസ് കാര്യങ്ങൾ തീർത്തിട്ട് നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന അങ്കമാലി ഭാഗത്തേക്കും അതേപോലെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് എറണാകുളം ഭാഗത്തേക്കുമാണ്, ആലുവ ഭാഗത്തേക്കും. അപ്പോൾ നമ്മുടെ ഷോറൂം ഇതാണ് വരുന്നത്. അപ്പോൾ വണ്ടികൾ നമ്മളെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു സ്വിഫ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. 485 പ്രൈസ് വരുന്നത്. 2018 മോഡൽ, സിംഗിൾ ഓണർ,
64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഇന്നോവ ക്രിസ്റ്റ 2021 മോഡൽ. അപ്പോൾ അത് പ്രൈസിങ് വരുന്നത് 19,500 2021 മോഡൽ. പിന്നെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ നമുക്ക് പ്രൈസിങ് വരുന്നത് 690 2018 മോഡലാണ്. 71,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. പിന്നെ ഫോർച്യൂണർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13,500 നമുക്ക് ആസ്കിങ് പ്രൈസ് വന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഹോണ്ട സിറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരാൾ ടോക്കൺ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ആൾ വെള്ളിയാഴ്ചത്തോടു കൂടി വരും. എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. പിന്നെ അമേസ് 46,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സെക്കൻഡ് ഓണർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് വരുന്നത് 8.5 ലക്ഷം രൂപ. പിന്നെ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ടൈറ്റാനിയം 2020 മോഡൽ പെട്രോളാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 7.25. മൈലേജൊക്കെ അറൗണ്ട് 15-14 ആ റേഞ്ചിലൊക്കെയാണ് മൈലേജ് വരിക. പിന്നെ ഇത് അബാർത്ത്, എല്ലാവരും ഒരു ലെജൻഡറി വണ്ടിയായിട്ട് കാണുന്ന വണ്ടിയാണ്. ഫിയറ്റിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വന്നേക്കുന്ന അബാർത്ത്. ഇതിന് കുറച്ച് വർക്ക് കാര്യങ്ങളും കൂടെ ഉണ്ട്, എന്നാലും എല്ലാം കഴിച്ചിട്ടാണ് സംഭവം സെറ്റാക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടിരുന്നോളൂ. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. വന്നവരൊക്കെ ഒരു ഫാൻസി ടൈപ്പ് കാറ്റഗറിയിൽ നോക്കുന്നൊരു വണ്ടിയാണ്. പിന്നെ നമുക്ക് ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ 2016 മോഡൽ, 1,70,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി. അത് 15 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ സ്വിഫ്റ്റ് വരുന്നത് 2018 മോഡൽ CNG കിറ്റ് കയറ്റിയേക്കുന്നതാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 6,50,000 6.5. പിന്നെ താഴെ വാഷിങ്ങും കാര്യങ്ങളും നടക്കണതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ കയറുന്നില്ല. എല്ലാ വണ്ടികളും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കണതാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വണ്ടികൾ വന്നിട്ടില്ല. പിന്നെ ഇന്നൊരു അതിഥി പോലൊരു വണ്ടി വരും. ആ വണ്ടി ബെൻസ് S-Class 350, അത് 2008 മോഡലാണ്. അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് ആസ്കിങ് 15 ലക്ഷം രൂപ, 15.5 ലക്ഷം രൂപയാണ് പാർക്ക് ആൻഡ് സെൽ കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് വരാം. ഏതെല്ലാം വണ്ടികൾ വരുന്നുണ്ടോ അതിൻ്റെ അപ്ഡേറ്റും നമുക്ക് ലിസ്റ്റിൽ കിട്ടിയിരിക്കുന്ന വണ്ടികളുടെ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. അസ്സലാമു അലൈക്കും.